ഒരു പെണ്ണാട് പോയിണ്ടേ രണ്ട് കെട്ടിയതാ പറയും. സുമേഷേട്ടോ സുമേഷേട്ടാ സുമേഷേട്ടാ അവിടെ നോക്കിയിരിക്കുന്നു. ഞാനേ ആ ഫോട്ടോ കണ്ടപ്പോ വെറുതെ ഒന്ന് നോക്കിയ മനസ്സിലായി മനസ്സിലായി. എന്താ കഥ? ഈ വണ്ടിക്ക് പോയ വരണ വരവോക്ക് പെൻഷൻ മേടിച്ചിട്ടുള്ള വരവാടോ വണ്ണവാട് അത് മുഴുവൻ മോനി കൊടുക്കും. പക്ഷെ എന്താ ചെയ്യല്ലേ? അതെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. പറ്റില്ല. അവനോട് 4 കാര്യം പറയണം. എന്താ എല്ലാരും പാടുണ്ടല്ലോ. നമ്മള് പിന്നെ ഇവിടുന്ന് എവിടെ പോകാനാ? ഇപ്പൊ എവിടുന്ന വരുന്നേ? ഞാൻ പെൻഷന്റെ കൈ മേടിക്കാൻ പോയതാടോ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ? അതും പറഞ്ഞപ്പോഴേ പെൻഷനൊക്കെ കിട്ടിയതോടോ. ഞങ്ങളുടെ ചായയുടെ പൈസ ഒന്ന് കൊടുക്കണോ? ഇപ്രാവശ്യം ഉണ്ടാവൂല. ചെക്കന് വലിയ ചെലവുണ്ടോ ഇപ്രാവശ്യം. നയാ പൈസ ഞാനും കൂടി ഇരിക്കണില്ലേ. അല്ല പണക്കൊരു ചായ കുടിക്കണമെങ്കിൽ എന്താ ചെയ്യപ്പോ? എനിക്ക് ചായ ഓനോട് ഇറക്കണം. ചങ്ങാതി ഈ കിട്ടിയ കാശ് മുഴുവൻ അവനെ കൊണ്ടു കൊടുത്തിട്ട് അനക്കൊരാവശ്യം വരുമ്പോ നീ അവനോട് ഇറക്കും. നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പൈസ അവന് കൊടുത്താ പോരെ? വീട്ടു ചെലവുണ്ടല്ലോ സുഖദാ. അപ്പൊ കാര്യങ്ങളൊക്കെ അവനല്ലേ കുടുംബത്തില് നോക്കണത്. സുമേഷേട്ടോ കല്യാണം കഴിഞ്ഞ് പെണ്ണുമ്പിള്ളുണ്ട്. ഇപ്പോഴും ഇവന്റെ കാശ് കൊണ്ട് വേണം ജീവിക്കാൻ. അങ്ങനെ പറയാൻ പറ്റൂല. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെയാ അവൻ ജീവിക്കണേ? അതെ അങ്ങനെ തന്നെ കായ് കൊടുക്കണം. നമുക്കൊക്കെ വയസ്സായില്ലടാ. ഇന്നല്ലെങ്കിൽ നാളെ നീ ഞാനൊക്കെ പോവില്ലേ? നിന്റെ കാലം കഴിഞ്ഞ അവനെങ്ങനെ ജീവിക്ക? ഞാനൊന്നും അങ്ങോട്ട് ഇരിക്കട്ടെ കേട്ടോ. അല്ല കാശ് ഇപ്പൊ ഞാന് അവർക്ക് മാർക്കറ്റ് പോണ കാശ് കൊടുക്ക്. അതെ കൈ ഇപ്പൊ വേണോ? പിന്നെ കൊടുത്താൽ വീടിയർത്തോട്ടെ വീടിയർത്തോട്ടെ വീടിയർത്തോട്ടെ. ഇത് വാണിക്ക് ഇവിടക്ക് അത്ര അത്യാവശ്യമായിട്ട്. അതെ അതെ ചോദിച്ചാൻ ഉത്തരം പറഞ്ഞില്ല. എന്താണ്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ എന്താ എന്ത് വെച്ചാൽ ഇല്ല പറയണേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് സർവശക്തനായ റബ്ബിന്റെ എല്ലാ സൃഷ്ടികളും അവൻ വിളിക്കുമ്പോ അവനിലേക്ക് തന്നെയാണ് മടക്കം. പിന്നെ നമ്മൾ വിളിക്കുമ്പോ നമ്മൾ അതിലേക്ക് തന്നെ മടങ്ങും. എന്റെ മകൻ എന്ത് ചെയ്യും? എന്തേ? നീ ഇപ്പൊ മേടിക്കണ പെൻഷൻ കൊണ്ടല്ലേ അവൻ ജീവിക്കണേ? അതൊക്കെ അങ്ങനെ തന്നെ. നിന്റെ കാലം കഴിഞ്ഞ ഈ പെൻഷൻ അവന് കിട്ടുവോ? പെൻഷൻ അവന് കിട്ടൂലല്ലോ. നിന്റെ കെട്ടിയോളുണ്ടെങ്കിൽ ഈ പെൻഷന്റെ പകുതി പൈസ അവൾക്ക് കിട്ടും. അവളില്ലല്ലോ. ഇനിയിപ്പോ അനക്ക് വിധവയായിട്ടൊരു മകളുണ്ടെങ്കിൽ അതിന്റെ പൈസ അവൾക്ക് കിട്ടും. അതെ. അല്ലെങ്കിൽ വികലാംഗമായിട്ടൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവൾക്ക് കിട്ടും. ഗവൺമെന്റ് നിയമം അങ്ങനല്ലേ? 10-42 വയസ്സ് കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലാത്ത ഇവന് 10 പൈസ കിട്ടുവോ? കിട്ടൂല. അപ്പൊ നിന്റെ കാലം കഴിഞ്ഞ ഇവൻ എങ്ങനെ ജീവിക്കും? എല്ലാ പണിക്കും പോവായിരിക്കും. ഈ കാലം വരെ ഒരു പണിക്കും പോവാണ്ട് ഇരുന്ന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പണിക്ക് പോകാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ ഇപ്പൊ ചോദിച്ചപ്പോ ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇത് പറയണ? അതെ നീ തന്നെയാണ് എന്റെ മകനെ വഷളാക്കുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നീ ഒരു 5-6 മാസം ഈ കിട്ടുന്ന പൈസ 10 പൈസ അവന് കൊടുക്കായിരുന്നു നോക്ക്. അപ്പൊ അവന്റെ ആവശ്യത്തിന് പൈസ ഇല്ലാണ്ടാവും. അവന്റെ പെണ്ണ് എന്തെങ്കിലും ചോദിക്കുമ്പോ പൈസ ഇല്ലാണ്ടാവും. അപ്പൊ അവൻ കാശിന് വേണ്ടി വല്ല പണിക്കും പോവും. അല്ല ഈ പറഞ്ഞൊക്കെ നേരെ തന്നെ. അതൊക്കെ സത്യം ഒക്കെ ശരി തന്നെയാണ്. ഇപ്പൊ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് അവര് നന്നാവാൻ വേണ്ടിട്ട് പ്രവർത്തിക്കാം. അല്ല ഞാൻ നീ നന്നാവാൻ വേണ്ടി പറഞ്ഞാട്ടോ. അല്ലാണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ ചെല്ലട്ടെ. ഞാനേ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ മാതിരി ഒന്ന് തീരുമാനത്തിലെത്തണ്ട. എത്ര ചായയുടെ കായി? അതുകൊണ്ട് ഞാൻ കൊടുത്തോളാം. അല്ലല്ലോ ഇനിയിപ്പോ ഒക്കെ പാടാ അവൻ തന്നെ കൊടുക്കണ്ടല്ലോ. ഒന്നങ്ങനെ ശീലിച്ചു നോക്കട്ടെ ഞാന്. എന്നാ ശരി, ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ. കുറെ കാലം പറയണം. കഷ്ടം. ലോകം മുഴുവൻ തീവണ്ടി ഓടിച്ചു നടന്ന മനുഷ്യനാ ഇപ്പോഴും മകന് വേണ്ടിട്ട് കൂകി പാഞ്ഞ് നടക്കുക.
വന്നിട്ട് പോട്ടോ ഇപ്പൊ തന്നെ ഇറങ്ങാം. അപ്പൊ പെൻഷൻ മേടിക്കാൻ പോയതാണ്. എവിടെ പോയി കിടക്കാണ്? നിങ്ങളുടെ വാപ്പല്ലേ വിളിച്ചോക്ക്. വിളിക്കാൻ ഫോൺ ഇവിടെ വെച്ചിട്ട് പോയി ഫോൺ എടുത്തില്ല മൂപ്പര്. ഇതല്ല അലമ്പ്. അതാ ഷറഫ് വിളിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. അവിടെ എയർപോർട്ടിലെത്തി. അല്ല എടാ ഞങ്ങൾ ഇറങ്ങിയില്ലടാ. ഞാൻ ബാപ്പനെ കാത്തിക്കണ. ബാപ്പ രാവിലെ പോയിട്ടേ ഇവിടെ പെരയിൽ വരാനും ഇല്ലല്ലോ. ഞങ്ങളൊക്കെ റെഡിയാ നിൽക്കുക. കാറും റെഡിയാ. സുക്കുറോ സുക്കുറു എത്തിയില്ലേ? ശരി വരും. ഞങ്ങൾ പെട്ടെന്ന് വിടാം കേട്ടോ. അത് ശരി. എടി സുക്കുറു എല്ലാവരും അവിടെ എത്തി. നമ്മൾ മാത്രം എത്താനുള്ളൂ. ഈ ബാപ്പൻ്റെ ഒരു കാര്യം ഒരു ഉത്തരവാദിത്തമില്ലല്ലോ ബാപ്പയ്ക്ക്. 9 മണിക്ക് പോയിക്കോളാൻ പറഞ്ഞ ഞാൻ 10 മണിക്കാണ് മൂപ്പര് ഇവിടുന്ന് പോണേ. പിന്നെ എങ്ങനെ ഇപ്പം നേരത്തിന് ഇങ്ങോട്ട് എത്തുക? ഒരു ഉത്തരവാദിത്തമില്ലേ? നിങ്ങൾക്ക് പിന്നെ ഭയങ്കര ഉത്തരവാദിത്തമാണ്. എനിക്കെന്താ ഉത്തരവാദിത്തത്തിന്റെ കുറവ്? നിങ്ങൾക്ക് ആ കങ്ങൾ നേരത്തെ വാങ്ങി വെച്ചുകൂടായിരുന്നോ? അതെങ്ങനെ നേരത്തെ വാങ്ങല്? പെൻഷൻ നല്ല കിട്ടുന്ന 1-ാം തീയതി അല്ലേ? നേരത്തെ പെൻഷൻ കിട്ടൂ. മാണ്ടാത്ത വർത്താനം പറയും കേട്ടോ. ഈ ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ കായ് ഉണ്ടായതെങ്കിൽ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിക്കണ്ടീന്നോ? നിന്റെ കയ്യിൽ എന്തിനാ കായ്? ബാപ്പന്റെ കയ്യിൽ കായുള്ളപ്പം. എടി 40,000 റുപ്യ ഉണ്ട് ബാപ്പയ്ക്ക് പെൻഷൻ. അറിയോ എനിക്ക്? എന്തെങ്കിലും ചെലവുണ്ടോ മൂപ്പർക്ക്? ഒരു ഷുഗറോ കൊളസ്ട്രോളോ ഒരു സാധനം മൂപ്പർക്കില്ല. മരുന്നിനൊന്നും ചെലവാകൂല. ഇത് ആർക്കുള്ളതാ? ഒറ്റ മോനാ ഞാൻ. ഒക്കെ ഞമ്മക്കുള്ളതാ. ഞമ്മക്ക് മനസ്സിലായോ? എന്തിനായാലും ബാപ്പ അങ്ങോട്ട് വേണം. 11 മണിയല്ല റബ്ബേ. 2 മണിക്കാണ് ഫ്ലൈറ്റ്. 2 മണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുണ്ടന്നൂരിലെ ബ്ലോക്കൊക്കെ എനിക്ക് അറിയാലോ. അത് കഴിഞ്ഞ് വൈറ്റിലയിലെ ബ്ലോക്ക്, അത് കഴിഞ്ഞ് പാലാവരട്ടം പാലം, അത് കഴിഞ്ഞ് എടപ്പള്ളി. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നെടുമ്പാശ്ശേരിക്ക് എത്താൻ. ഡെറാഡൂണിൽ എത്രയെക്കാട്ടും പ്രയാസം അവിടെ നിന്ന് അങ്ങോട്ട് എത്താൻ. അറിയാം എനിക്ക്? പാപ്പൻ്റെ ഒരു കഥ. എന്താണ്? ഇവിടുന്ന് എത്ര സമയം എടുക്കും ഇങ്ങോട്ട്? ഡെറാഡൂണിലേക്ക് ഇവിടുന്ന് ഒരു 4 മണിക്കൂർ യാത്ര ഉണ്ടാവും. നമുക്ക് ഡൽഹി പോയിട്ട് വേണമല്ലോ അങ്ങോട്ട് പോവാൻ. ഡൽഹി പോയിട്ട്? ഡൽഹി പോയിട്ട് അവിടുന്ന് വേറെ ഫ്ലൈറ്റ് പോകണോ? ഒരു ടിക്കറ്റ് 2 വിമാനത്തിലോ? അത് ലാഭല്ലേ? എന്ത് ലാഭോ? പൈസ ഒക്കെ കറക്റ്റ് ആയിട്ടൊന്ന് കൊടുക്കണോ? ഈ വിവരക്കേട് പറയും കിട്ടോ സുറ. 2 വിമാനത്തിലും ഞാൻ തന്നെ ജനലിന്റെ അവിടെ ഇരിക്കും. എനിക്ക് കാഴ്ച കാണാൻ. പോത്തെ ജനലൊന്നും പറയരുത്. വിൻഡോ സീറ്റ് അതിനെക്കാട്ടി എളുപ്പമാണ് ജനല്. ജനലൊന്നും പാക്ക് ബസ് കയറിയല്ലേ പറയാ. അതായത് ഫ്ലൈറ്റ് കയറി കക്കൂസ് പോകണമെന്നൊന്നും പറയരുതേ. ലാട്രിൻ പിന്നല്ലാണ്ട് ഇവരൊക്കെയാണെങ്കിൽ പറയുള്ളൂ. അല്ല റബ്ബേ അതാ വരുന്ന പാപ്പാ വരി. വേഗം മറിമായം